അമേരിക്കയെ കൂടി യുദ്ധക്കളത്തിൽ ഇറക്കാനാണ് ഇസ്രായേൽ നീക്കം. ടെലവീവിലെ US എംബസി ഇറാൻ ആക്രമിച്ചതായി ഇസ്രായേലിലെ US അംബാസിഡർ പറഞ്ഞു. USന്റെ കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് എത്തുകയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, നേരത്തെ തന്നെ നെതന്യാഹു USന്റെ സഹായം പലകുറി അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് US തീരുമാനം. അങ്ങനെ മറിച്ച് US ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതൊരു ലോകവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ നിരന്തരമായുള്ള ഇസ്രായേലിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും US ഒരു പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. പക്ഷേ അങ്ങനെ ഒരു ഇറങ്ങാനുള്ള ഒരു നീക്കം നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ടോ സുഹൈൽ? ഇസ്രായേലിൻ്റെ ഈ ഇറാൻ ആക്രമണത്തിന് വൈകിയത് അമേരിക്കയെ കളത്തിലിറക്കാനുള്ള സാധ്യതകൾ തേടിക്കൊണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇല്ല എന്നറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു നേരിട്ട് ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞത്. അറബ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ചും GCC രാഷ്ട്രങ്ങളുടെ ശക്തമായ എതിർപ്പ് ഇക്കാര്യത്തിൽ US-നുണ്ട്, സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് നിങ്ങൾ നടത്തിക്കൊള്ളൂ, ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം വേണമെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ അടിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രതിരോധം ഒരുക്കിത്തരാം എന്ന് പറയുന്നത്. സ്വാഭാവികമായും US-ന്റെ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ, യുദ്ധ സംവിധാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് വരുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രചാരണങ്ങൾ അത് US-നെ കൂടി ഇതിലേക്ക് ഇറക്കാനുള്ള മാർഗത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിലൊന്ന് ഫോക്സ് ന്യൂസിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നൽകിയ ഒരു അഭിമുഖമാണ്. ആ അഭിമുഖത്തിൽ പറയുന്നത് ഇറാന്റെ ഏറ്റവും വലിയ ശത്രു ഡൊണാൾഡ് ട്രംപാണ്. ട്രംപിനെ വധിക്കാനാണ് ഇറാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകണം എന്ന് നെതന്യാഹു പറയുകയാണ്. മറ്റൊന്ന്, ഇസ്രായേലിലെ US അംബാസഡർ മൈക്ക് ഹക്കബിയുടെ ഒരു ട്വീറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിലെ US-ന്റെ എംബസിയിലേക്ക് ഇറാന്റെ മിസൈൽ വീണു. അവിടെ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫീസ് സംവിധാനങ്ങൾ അവസാനിപ്പിക്കുകയാണ്, ഞങ്ങൾ അവിടെ നിന്ന് പൂട്ടിപ്പോവുകയാണ് എന്ന് മൈക്ക് ഹക്കബി ട്വീറ്റ് ചെയ്യുകയാണ്. ഈ ആക്രമണത്തിൽ അത് ഇറാന്റെ ആക്രമണത്തിൽ തന്നെ തകർന്നതാണോ? അതല്ല, ഈ ഒരു പ്രചാരണത്തിന്റെ ഭാഗമായി അമേരിക്കയെ കൂടി കളത്തിലേക്ക് ഇറക്കാനുള്ള, അമേരിക്കയുടെ ഏതെങ്കിലും സൈനികരെയോ സംവിധാനങ്ങളെയോ ആക്രമിക്കുകയാണെങ്കിൽ US-ഉം ഈ കളത്തിൽ ഇറങ്ങും, യുദ്ധത്തിന്റെ ഭാഗമാകും എന്ന് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതുവരെ ഇറാൻ കാണാത്ത ആക്രമണമായിരിക്കും അമേരിക്ക നടത്തുക എന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. അതിന്റെ ഈ പ്രചാരണത്തിന്റെ ഭാഗമാണോ ഇത് എന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഏതായിരുന്നാലും സയൻസ് ലോബി വളരെ വലിയ രൂപത്തിൽ ഡൊണാൾഡ് ട്രംപിനെ കൂടി ഈ യുദ്ധത്തിന്റെ ഭാഗമാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരി, BK സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിൽ കൂടി ഇപ്പോൾ നടക്കുന്ന